എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ കുട്ടപ്പനെ എല്ലാവരും എടുത്തിട്ടെറിയാണ്. കുട്ടപ്പനെ ഓർത്ത് ഇപ്പൊ എല്ലാവരും സന്തോഷിക്കുന്ന ഒരഭിമാന മുഹൂർത്തം. കുട്ടപ്പനും അവന്റെ സന്തോഷം അതടക്കി നിർത്താൻ കഴിയില്ല. അവൻ പൊട്ടിച്ചിരിച്ച് എല്ലാ വേദനകളും മറന്ന് ഇപ്പൊ ഒരുപാട് സന്തോഷിക്കും. അപ്പൊ അതേ സമയത്ത് ലോങ് ഷോട്ടില് ആ സെഡ്സു അവനിതെല്ലാം കണ്ട് ഷോക്കായിട്ട് ഈ കാര്യം അത് ടോബിയെ അറിയിക്കാനായിട്ട് അവിടുന്ന് കടന്നു പോവും. കട്ട് ചെയ്താ ഇപ്പൊ ലോർഡ് റൈഗാഗയുടെ ആ ഒരു വില്ലേജ് കാണിക്കും. അപ്പൊ അവിടെയുള്ള ചില ഷിനോബീസ് അവര് പരസ്പരം പറയും അദ്ദേഹത്തിന്റെ കരച്ചില് അത് ഇതുവരെ നിന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ ബ്രദറിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. എയ്ത്ത് ടൈൽ മോൺസ്റ്ററിന് വേണ്ടി അക്കാസ്കി മെമ്പേഴ്സ് ആളെ പിടിച്ചുകൊണ്ടുപോയി. ലോർഡ് ഇങ്ങനെ കരയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഗ്രാമം അതൊരു കടലായി തീരും. അപ്പൊ അവരുടെ രണ്ടുപേരുടെ അടുത്തേക്ക് ഇപ്പൊ മറ്റൊരു ചുന്ദരി വരും. അവളെ കണ്ടുടൻ അവന്മാരിൽ ഒരുത്തൻ ഇപ്പൊ അവളെ നോക്കി കമന്റ് അടിക്കും. കമന്റ് അടിച്ചടിച്ച് ഇപ്പൊ പെണ്ണിന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങി അവൻ താഴെ വീഴും. അപ്പൊ കൂടെയുള്ളവൻ ടെൻഷനായിട്ട് നിർത്തിനടാ നിങ്ങള്, നമ്മളിങ്ങനെ വെറുതെ ഫൈറ്റ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. എത്രയും പെട്ടെന്ന് ലോഡ് തന്നുവിട്ട മെസ്സേജ് അത് ലീഫ് വില്ലേജിൽ എത്തിക്കണം. കട്ട് ചെയ്താ ഇപ്പൊ ലീഫ് വില്ലേജില് ഇറൂക്ക സെൻസായും ബാക്കി മാസ്റ്റേഴ്സ് ഒക്കെ ചേർന്ന് ഗ്രാമത്തിൽ എവിടെയെങ്കിലും കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റിയ സ്ഥലമുണ്ടോ എന്ന് അന്വേഷിക്കാൻ തുടങ്ങും. സ്കൂളും അക്കാദമിയും ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു വലിയ ബിൽഡിങ് അതിപ്പോ തകർന്നു കിടക്കുകയാണ്. അപ്പൊ അതിന്റെ തൊട്ടടുത്തായിട്ട് ഇപ്പൊ ഇറൂക്ക മാസ്റ്റർ ഒരു വലിയ മരം കാണും. ആ മരം കണ്ട് ഒരുപാട് സന്തോഷത്തില് മാസ്റ്റർ ഇപ്പോ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. അപ്പൊ ഫ്ലാഷ് ബാക്കില് കുട്ടപ്പൻ ആ ഒരു മരത്തെ തൂങ്ങി പിടിച്ചാണ് തേർഡ് ഹൊക്കാഗയുടെ പ്രതിമയുടെ മുകളില് ആദ്യം പെയിന്റ് അടിച്ചു വിട്ടത്. കുട്ടപ്പന്റെ കുത്സിത പ്രവർത്തനങ്ങള് അത് കറക്റ്റ് ആയിട്ട് കണ്ട് ഇപ്പൊ ഇറൂക്ക സെൻസായി തേർഡ് ഹൊക്കാഗയോട് പറയും, എന്നെ കൊണ്ട് പറ്റില്ല ഈ കുരുത്തം കെട്ട ചെക്കന്റെ മാസ്റ്റർ ആവാൻ. അതിന് തേർഡ് ഹൊക്കാഗ പറയും, ഓൾറെഡി കുട്ടപ്പൻ അവൻ ഒരുപാട് ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്നത്. അവന്റെ ബോഡിയില് ആ 9 ടൈലിന്റെ പവർ ഉണ്ട്. അതുകൊണ്ട് ആരും അവനെ കൂടെ കൂട്ടില്ല. പക്ഷെ എനിക്ക് അവനെ ഒരുപാട് ഇഷ്ടമാണ്. അവന്റെ ഉള്ളില് ഒരുപാട് കഴിവുകളുണ്ട്. ഒരു നല്ല മാസ്റ്ററിന് മാത്രമേ അവനെ ചേർത്ത് നിർത്താനും അവന്റെ കഴിവുകളെ അത് പുറത്തെടുക്കാൻ സാധിക്കൂ. നീ ഒരു ബെസ്റ്റ് മാസ്റ്ററാണ്. എനിക്ക് നിന്നില് ഒരുപാട് വിശ്വാസമുണ്ട്. കുട്ടപ്പനെ കൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് അഭിമാനം മാത്രമായിരിക്കും ഉണ്ടാവുക. അവൻ അക്കാദമിക് എക്സാമില് പാസ് ആവണമെങ്കിൽ ഉറപ്പായിട്ടും നിന്റെ സഹായം അതവൻ അത്യാവശ്യമാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് നീ അവന്റെ മാസ്റ്ററായി അവനെ ഏറ്റെടുക്കണം. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ നമ്മുടെ വികൃതി കുട്ടപ്പൻ അവൻ ഏതോ ഒരു കടയുടെ മുൻപില് ഒരുപാട് പെയിന്റ് ഒക്കെ അടിച്ച് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് അടിയൊക്കെ കിട്ടി അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അപ്പൊ മറ്റു രണ്ട് ലേഡീസ് കുട്ടപ്പനെ കണ്ട് ഇവനാ 9 ടൈൽ മോൺസ്റ്റർ അല്ലേ, ഇവനെ ഈ ഗ്രാമത്തിൽ നിന്ന് അടിച്ചോടിക്കേണ്ട സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവിടുന്ന് നടന്നു പോവും. ഗ്യാപ്പിൽ കുട്ടപ്പൻ അവൻ നൈസായിട്ട് ബാക്കിയുള്ള പെയിന്റും കൂടെ അവിടേക്ക് വലിച്ചെറിഞ്ഞ് ഇപ്പൊ ഉഷാറായിട്ട് ഓടാൻ തുടങ്ങും. അവൻ വിളിച്ചു പറയും, ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും ഞാൻ ഈ ഗ്രാമത്തിന്റെ ഹൊക്കാഗയായി മാറും. കട്ട് ചെയ്താ ഇപ്പൊ 9 ടൈല് അത് പുറത്തു വന്ന് വമ്പൻ ആക്ഷൻസ് ഒക്കെ ഇട്ട് ഇപ്പൊ ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്ത ഇറൂക്ക സെൻസായി ആള് ഞെട്ടി എഴുന്നേക്കും. കാരണം പാവം നമ്മുടെ മാസ്റ്റർ കണ്ട വെറും ഒരു സ്വപ്നം മാത്രമാണത്. ഇവിടെ കുട്ടപ്പനാണെങ്കില് ഫുഡൊക്കെ വെട്ടി വിഴുങ്ങി അവന്റെ പുതിയ മാസ്റ്ററിനെ വെൽക്കം ചെയ്യാൻ അക്കാദമിയിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ ഇറൂക്ക മാസ്റ്റർ ആൾ അക്കാദമിയിലേക്ക് വരും. അപ്പൊ വേറൊരു മാസ്റ്റർ ഇപ്പൊ ഇറൂക്കയോട് ചോദിക്കും, നിങ്ങളാണോ കുട്ടപ്പന്റെ പുതിയ ക്ലാസ് ടീച്ചർ? അതിന് ഇറൂക്ക പറയും, അതെ, ഹൊക്കാഗയുടെ റെക്കമെൻഡേഷൻ ആണ്, അല്ലെങ്കിൽ ഒരിക്കലും ഞാനിതിന് സമ്മതിക്കില്ലായിരുന്നു. അതിനാ മാസ്റ്റർ പറയും, ഹൊക്കാഗ എപ്പോഴും ഇങ്ങനെ എല്ലാവർക്കിട്ടും പണി കൊടുത്തോണ്ടേയിരിക്കും. മാസ്റ്റർ ഒന്നും കാര്യാക്കണ്ട, അവനെ അവന്റെ വഴിക്ക് വിട്ടാ വേറെ ഒരു കുഴപ്പം ഉണ്ടാവില്ല. അത്രയും കേട്ട് ഇപ്പൊ ഇറൂക്ക മാസ്റ്റർ ആള് ക്ലാസ്സിലേക്ക് കടന്നു വരും. ഡോർ തുറന്നുടൻ ഇപ്പൊ ഒരു ഡസ്റ്റർ അത് താഴേക്ക് വീഴും. ഇതാരുടെ പണിയാണെന്ന് ഇപ്പൊ ഇറൂക്ക മാസ്റ്റർ ദേഷ്യപ്പെട്ട് ചോദിക്കും. പക്ഷെ ആരും ഒരക്ഷരം പോലും മിണ്ടാതെ അങ്ങനെയിരിക്കും. അപ്പം നമ്മുടെ കുട്ടപ്പൻ അവനവന്റെ 32 പല്ലും കാണിച്ച് ഇളിച്ചോണ്ട് മാസ്റ്ററിന്റെ മുൻപിലേക്ക് വരും. ഇറൂക്ക മാസ്റ്റർ ദേഷ്യപ്പെട്ട് ഇപ്പൊ മുൻപോട്ട് വരും. അപ്പൊ താഴെ കുട്ടപ്പൻ ഒഴിച്ചു വെച്ച വെളിച്ചെണ്ണയിൽ കാല് വഴുതി അങ്ങനെ ചന്തി അടിച്ച് താഴേക്ക് വീഴും. അത് കണ്ട് നമ്മുടെ ചെക്കൻ അവൻ പൊട്ടിച്ചിരിക്കും. അയ്യേ പറ്റിച്ചേ, മാസ്റ്റർ ചമ്മിപ്പോയല്ലേ എന്നൊക്കെ ചോദിച്ച് അവനിപ്പോ മാസ്റ്ററെ കളിയാക്കും. കുട്ടപ്പൻ നൈസായിട്ട് ഇപ്പൊ ക്ലാസിന്റെ പുറത്തേക്ക് പോകാൻ ശ്രമിക്കും. അതിന് മാസ്റ്റർ പറയും, മര്യാദയ്ക്ക് നിന്റെ സീറ്റിൽ പോയിരുന്നോ, അല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നീ അറിയും. അത് കേട്ട് കുട്ടപ്പൻ ടെൻഷനായിട്ട് ഇപ്പൊ അവന്റെ സീറ്റിൽ പോയിരിക്കും. ഇറൂക്ക മാസ്റ്റർ ഇപ്പൊ എല്ലാവർക്കും ആയിട്ട് മാസ്റ്ററിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ ക്ലാസ്സിന് പുറത്തുകൂടെ തേർഡ് ഹൊക്കാഗെ ആൾ അങ്ങനെ നടക്കുകയാണ്. പക്ഷെ കുട്ടപ്പന് മാത്രം എവിടെയും കാണില്ല. ഇനി ഒരു പക്ഷേ അവൻ ക്ലാസിന്റെ അകത്താണോ എന്നറിയാൻ ഇപ്പൊ ഹൊക്കാഗെ ക്ലാസിന്റെ അകത്തേക്ക് നോക്കും. ഇവിടെ ക്ലാസ്സില് ഇറൂക്ക മാസ്റ്റർ ആവട്ടെ വളരെ കാര്യമായിട്ട് ക്ലാസ് എടുക്കാണ്. പക്ഷെ നമ്മുടെ ആള് കൂർക്കം വലിച്ചുറങ്ങും.
അത് കണ്ട് ദേഷ്യപ്പെട്ട് അവൻ അടിക്കാനായിട്ട് ഇപ്പൊ ഇറൂക്ക മാസ്റ്റർ അവന്റെ തൊട്ടടുത്തെത്തും. അപ്പൊ ഫ്ലാഷ് ബാക്കില് ആ ഒരു മാസ്റ്റർ പറഞ്ഞ കാര്യം ഇറൂക്കയ്ക്ക് ഓർമ്മ വരും. കുട്ടപ്പനെ അവന്റെ കാര്യത്തിന് വിടുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഇറൂക്ക മാസ്റ്റർ ഇപ്പൊ ക്ലോക്കിലേക്ക് നോക്കും. അപ്പൊ ടൈം കണ്ട് ഇപ്പൊ ഇറൂക്ക മാസ്റ്റർ പറയും, നമ്മുടെ ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്, ഇനി അടുത്ത ക്ലാസ്സിൽ കാണാന്ന് പറഞ്ഞ് ഇപ്പൊ പുറത്തേക്ക് പോവും. അത് കണ്ട് കുട്ടപ്പൻ അവൻ ചാടി ഓടി തുള്ളിച്ചാടി ഇപ്പൊ ക്ലോക്കിന്റെ അടുത്തേക്ക് വന്ന് ടൈം അത് കറക്റ്റ് ആക്കി വെക്കും. ആക്ച്വലി നമ്മുടെ ചെക്കൻ ടൈം അത് തെറ്റിച്ചു വെച്ചിരുന്നു. മാസ്റ്റർ പോയെന്ന് കരുതി ഇപ്പൊ കുട്ടപ്പൻ അവൻ പുറത്തേക്ക് ഓടാൻ ശ്രമിക്കും. പക്ഷെ ഇറൂക്ക മാസ്റ്റർ ആള് കറക്റ്റ് ആയിട്ട് കുട്ടപ്പനെ തൂക്കിയെടുത്ത് ഇപ്പൊ ക്ലാസ്സിലേക്ക് കൊണ്ടുവരും. മാസ്റ്റർ പറയും, നിങ്ങൾ എല്ലാവരെയും ഞാനിപ്പോ പുറത്തേക്ക് കൊണ്ടുപോവാണ്. പുറത്ത് വെച്ച് നിങ്ങളുടെ എബിലിറ്റി അതെനിക്ക് ചെക്ക് ചെയ്യണം. മാത്രമല്ല ചില ട്രെയിനിങ്ങും ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞ് ഇപ്പൊ സ്റ്റുഡൻസിനെ എല്ലാവരെയും കൂട്ടി പുറത്തേക്ക് പോകും. കട്ട് ചെയ്ത മാസ്റ്റർ ഇപ്പൊ സാസുകയോട് പറയും അവന്റെ ക്ലോൺ ജിപ്സു അതൊന്ന് ഉപയോഗിച്ച് കാണിക്കാൻ. അതിന് സാസുക പറയും, അതൊക്കെ തീരെ ചെറിയ ജിപ്സു അല്ലേ, ചെറിയ പിള്ളേര് പോലും അതൊക്കെ ചെയ്യും. അതിന് കുട്ടപ്പൻ, നിന്റെ ജാടയൊന്നും ഞങ്ങളുടെ മുൻപിൽ കാണിക്കണ്ട, നീ മര്യാദയ്ക്ക് മാസ്റ്റർ പറഞ്ഞത് കേട്ട് നിന്റെ ക്ലോൺ ജിപ്സു അത് കാണിക്കാൻ പറയുമ്പോ സാസുകയ്ക്ക് കലി കയറി അവന്റെ ക്ലോൺ ജിപ്സ് ഉപയോഗിച്ച് ഇപ്പൊ അവനെ പോലെ തന്നെ മറ്റൊരു ക്ലോണിനെ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ അത് കണ്ട് അവന്റെ ചുറ്റും ഉണ്ടായിരുന്ന പെമ്പിള്ളേര് അവരെല്ലാവരും ഇപ്പൊ വല്ലാണ്ട് അങ്ങോട്ട് ഇംപ്രസ്ഡ് ആവും. വാവ്, എന്റെ ചെക്കൻ അവൻ സൂപ്പറാണെന്നൊക്കെ പറഞ്ഞ് പെമ്പിള്ളേരെല്ലാവരും ഇപ്പൊ സാസുകയെ നോക്കി കമന്റ് അടിക്കാൻ തുടങ്ങും. അപ്പൊ കുട്ടപ്പനാണെങ്കില് അത് കാണുമ്പോ കുറച്ച് അസൂയാവും. അവൻ വിളിച്ചു പറയും, നിന്റെ ക്ലോണ് അതേതാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് സാസുകയുടെ ക്ലോണിനെ ഇപ്പൊ തല്ലി തകർക്കും. അതിന് സാസുക പറയും, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ കണ്ടുപിടിക്ക്. അപ്പൊ കുട്ടപ്പൻ വീണ്ടും അടുത്ത സാസുകയെ പോയി ഇടിക്കും. പക്ഷെ അതും ക്ലൗണാണ്. അപ്പൊ എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുമ്പോഴായിരിക്കും മരത്തിന്റെ മുകളില് നമ്മുടെ ആശാൻ ഹായായിട്ടിരിക്കുന്നത് കാണാം. അത് കണ്ട് പെമ്പിള്ളേര് അവര് കൈയടിക്കും. അപ്പൊ കുട്ടപ്പൻ പറയും, ഇനി എന്റെ ക്ലൗൺ ജിപ്സു അത് ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ് അവന്റെ ക്ലൗണ് ക്രിയേറ്റ് ചെയ്യും. പക്ഷെ ഒട്ടും പവറില്ലാത്ത ഒരു ക്ലൗൺ ക്രിയേറ്റ് ആയി അതങ്ങനെ താഴെ വീഴും. അത് കണ്ട് എല്ലാവരും കുട്ടപ്പനെ നോക്കി ഇപ്പൊ കൂവിച്ചിരിക്കും. അപ്പൊ അത് കണ്ട് സ്റ്റുഡൻസ് എല്ലാവരും അവനെ കളിയാക്കാൻ തുടങ്ങും. അതിന് ഇറൂക്ക സെൻസായി പറയും, ആരും കുട്ടപ്പനെ കളിയാക്കാനായിട്ട് പാടില്ല, അവനും നിങ്ങളെപ്പോലെ ഒരുപാട് കഴിവുണ്ട്, അതുകൊണ്ട് എല്ലാവരും പരസ്പരം റെസ്പെക്ട് ചെയ്യണം, ആരും ആരെയും കളിയാക്കാൻ പാടില്ല. അത് കേൾക്കുമ്പോ കുട്ടപ്പൻ ഒരുപാട് സന്തോഷാവും. കാരണം ആദ്യമായിട്ടാണ് ഒരാള് കുട്ടപ്പനെ സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ മാസ്റ്റർ ഇപ്പൊ സ്റ്റുഡൻസുമായിട്ട് ക്ലാസ്സിലേക്ക് പോവും. കുട്ടപ്പന് മാത്രം ഒരുപാട് വിഷമായിട്ട് അവൻ അങ്ങനെ നിൽക്കും. അപ്പൊ അതേ സമയത്ത് കുട്ടപ്പന്റെ വിഷമം കണ്ട് ഇപ്പൊ ഹൊക്കായ്ക്കും ഒരുപാട് ഫീൽ ആവും. പക്ഷെ കുട്ടപ്പൻ അവൻ വിട്ടുകൊടുക്കില്ല. അവൻ തനിച്ച് പ്രാക്ടീസ് ചെയ്ത് വീണ്ടും വീണ്ടും അവന്റെ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അതെല്ലാം തന്നെ ദയനീയമായിട്ട് പരാജയപ്പെടും. അപ്പൊ ഹിരട്ടക്കുട്ടപ്പി ആ ഒരു സമയം മുതലേ നമ്മുടെ കുട്ടപ്പനെ അവനെ മറിഞ്ഞിരുന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. അവൾക്കാണെങ്കില് കുട്ടപ്പന് ഒരുപാട് ഇഷ്ടമാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ഒരുപാട് സമയം കഴിയുമ്പോ കുട്ടപ്പനാവട്ടെ അവൻ തലകുനിച്ച് ഇപ്പൊ പതിയെ വീട്ടിലേക്ക് നടക്കുകയാണ്. അപ്പൊ അവൻ എപ്പോഴും ഫുഡ് കഴിക്കാറില്ല. ഹോട്ടലിലെ ചേട്ടൻ അവൻ കുട്ടപ്പനെ വിളിച്ച് അവൻ ആവശ്യമായിട്ടുള്ള ഫുഡ് കൊടുക്കും. എനിക്ക് ഈ നൂഡിൽസ് അത് ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവൻ വീട്ടിലേക്ക് വരും. അത്രയും കാലം അവൻ ഒറ്റപ്പെട്ട് ജീവിച്ചതിനെ ഓർത്ത് അവനിപ്പോ ഒരുപാട് വിഷമാവും. കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ഇപ്പൊ ഇറൂക്ക സെൻസായി എല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കാണ്. മാസ്റ്റർ പറയും, ഇന്ന് നമ്മള് ഷുരീങ്കൻ ജിപ്സു ആണ് ട്രെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ മാസ്റ്റർ ഇപ്പൊ ഷിനോയോട് പറയും, ഷുരീങ്കൻ ജിപ്സു അത് നീ വേണം ഇപ്പൊ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ. അതിന് ഷിനോ പറയും, ഞാൻ ആക്ച്വലി അബുറാമി ക്ലാനിലുള്ളവനാണ്, ഞങ്ങൾ എല്ലാവരും ഇൻസെക്റ്റുകൾ ഉപയോഗിച്ച് മാത്രമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളത്. അപ്പൊ ഇറൂക്ക മാസ്റ്റർ പറയും, അങ്ങനെയാണെങ്കിൽ സാസുക തന്നെ ഷുരീങ്കൻ ജിപ്സു അതും നമുക്ക് മുൻപിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യട്ടെ, നമുക്ക് മുൻപില് ഇപ്പൊ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരട്ടെ. അത് കേട്ട് ഇപ്പൊ കുട്ടപ്പന് കലി കയറി അവൻ പല്ലെറുമാൻ തുടങ്ങും. അപ്പൊ സാസുക അവൻ ഷുരീങ്കം വലിച്ചെറിഞ്ഞ് ഇപ്പൊ ഗേൾസിന് മുൻപില് സ്റ്റാർ ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ കുട്ടപ്പൻ അവനിപ്പോ ഇറൂക്ക മാസ്റ്ററോട് പറയും, ഇവനൊക്കെ നന്നായിട്ട് ഈ ഒരു ജിപ്സു അത് ഞാൻ ചെയ്യും. അത് കേട്ട് ഇറൂക്ക മാസ്റ്റർ ഇപ്പൊ അവനോട് ആ ഒരു ജിപ്സ് ചെയ്യാൻ പറയും. കുട്ടപ്പനാവട്ടെ അവൻ ഷുരീങ്കം വലിച്ചെറിയും. അതിലൊരു ബ്ലേഡ് ഇപ്പൊ ഇറൂക്ക മാസ്റ്ററുടെ നേരെ പോവും, മറ്റു രണ്ടെണ്ണം വേറെ എങ്ങോട്ടോ പോവും. കട്ട് ചെയ്ത ഇപ്പൊ ക്ലാസ്സില് സാസുകയുടെ തൊട്ടു മുൻപിലായിട്ട് ചോച്ചിയും ഷിക്കമരും അവർ രണ്ടുപേരും ഇപ്പൊ എന്തൊക്കെയോ കാര്യങ്ങള് പരസ്പരം പറയാണ്. അതുപോലെ തന്നെ ഇപ്പൊ സാസുകയുടെ തൊട്ടു പിന്നിലായിട്ട് വേറെ രണ്ട് സ്റ്റുഡൻസ് അവര് പറയും, കഴിഞ്ഞ ദിവസം ഉച്ചിഹ ക്ലാനില് വലിയൊരു യുദ്ധം ഉണ്ടായി, അതിൽ സാസുക മാത്രമാണ് ഇപ്പൊ ജീവിച്ചിരിക്കുന്നത്.
അപ്പൊ അതേസമയം അത് കേട്ട് കുട്ടപ്പൻ അവൻ ഷോക്കാവും. കുട്ടപ്പൻ ഒരുപാട് വിഷമത്തില് ഇപ്പൊ സാസുകയെ നോക്കി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.